സോ ഗൈസ്, കഴിഞ്ഞ വീക്ക് നമുക്ക് വണ്ടി മര്യാദ കഴുകാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ മഴ പെയ്ത കാരണത്തിൽ. അപ്പോൾ നമുക്കിന്ന് വണ്ടി കഴുകാം. ഇന്നത്തെ ദിവസം വലിയ പ്രശ്നമൊന്നുമില്ല, ക്ലൈമറ്റൊക്കെ അത്യാവശ്യം ഓക്കെ ആണ്. സോ നമുക്കിന്ന് വണ്ടി കഴുകാം. ചെക്കനപ്പോൾ കഴുകിയിട്ട് അറൗണ്ട് എത്ര, ഐ തിങ്ക് 3 ആഴ്ച ആവാറായി. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ 3 ആഴ്ചയുടെ ചെടി സംഭവങ്ങളില്ലാണ്ട് ഒരു ദിവസം നമുക്ക് വണ്ടി കഴുകാം. മഴയൊന്നും പെയ്യില്ലാന്ന് പ്രതീക്ഷിക്കണം. കഴുകി കഴിഞ്ഞിട്ട് വലിയ കുഴപ്പമുണ്ടാവില്ല, കാരണം കുറേ ചെളിയുണ്ട്. അപ്പോൾ നമുക്കിന്ന് എനിക്കിതിൻ്റെ ചെടി കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ട്. ഇത് സംഭവം ഇതിൻ്റെ ഹാൻഡിൽ ചെറിയൊരു വളവുണ്ട്. ചെറിയൊരു വളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഓടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ സ്ട്രെയിറ്റ് ആണ്, പക്ഷേ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അങ്ങനെ ഈ സൈഡിൽ. അപ്പോൾ ഇത് എനിക്ക് മാത്രമേ ഇപ്പോൾ ഈ പ്രശ്നം ഉള്ളൂ എന്ന് കരുതി. പക്ഷേ എൻ്റെ 2 ഫ്രണ്ട്സ് സെയിം ആക്സസ് യൂസ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ഏകദേശം മോഡൽ തന്നെ. പിന്നെ വേറെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അവന്മാർ 2 പേർക്കും ഈ ഇഷ്യൂസ് ഉണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും ആക്സസ് യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഓടിക്കുമ്പോൾ എനിക്ക് വലിയ രീതിക്കുള്ള പ്രശ്നം അങ്ങനെ ഫീൽ ചെയ്യാറില്ല. പക്ഷേ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഈ സൈഡിലേക്ക് ഈ സൈഡിൽ ഉണ്ടാവില്ല. പക്ഷേ ഈ സൈഡിലേക്ക് നമ്മളിപ്പോൾ വണ്ടി ഫുള്ളായിട്ട് ഇപ്പോൾ തിരിക്കുകയാണെങ്കിൽ ഇവിടെ തട്ടും. ഇവിടെ തട്ടിയാണ് ഇപ്പോൾ ഈ പോർഷനിൽ ഇതായിരിക്കണം. ഇവിടെ പൊട്ടിയിട്ടുണ്ട് അങ്ങനെ തട്ടിയിട്ട്. പക്ഷേ ഈ ഭാഗത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. ആൻഡ് ഫുൾ ചെളി ഫുൾ അഴുക്കാണിത്. കാണാൻ പറ്റുന്ന അറിയില്ല, ഫുൾ അഴുക്കാണ്. മാറ്റൊക്കെ പോയതാ. മാറ്റ് എൻ്റെ പട്ടി കടിച്ച് കയറിയത് മാറ്റണം. മാറ്റൊക്കെ വരണം. പിന്നെ ഇവിടൊക്കെ തെളിയുമ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്. പറയായി കണ്ടിട്ട് 2-3 ആഴ്ചയുടെ തോന്നിട്ടില്ല, ബട്ട് ഇത്രയും തോന്നുന്നു. ഈ പാടൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് സെറ്റാകാം. ഫുൾ ചെളിയാണ്, ഈ പോഷനൊക്കെ ചെളിയാണ്. ബക്കറ്റും കപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പരിപാടി തുടങ്ങാം. ഇടയിൽ കൂടി ഒരു സാധനം മറന്നുപോയി. നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ മാറ്റാൻ മറന്നു. വണ്ടിയുടെ ഉള്ളിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നും മാറ്റിയില്ല. ഇതൊക്കെ മാറ്റി പറഞ്ഞു വെച്ചു. നമുക്ക് പിന്നെ ഇതൊക്കെ മാറ്റാം. റെയിൻകോട്ട്, പിന്നെ 2 കവറ്, പിന്നെ ഞാൻ ലോങ് പോകാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ മാപ്പ് നോക്കാൻ വേണ്ടി യൂസ് ചെയ്തതാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഹെൽമെറ്റ് ലോക്ക് ചെയ്യാനുള്ളതാണ്. ഇതൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില, പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടിയല്ലോ നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഫോൺ വാശില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ പരിപാടിയെ പറ്റുള്ളൂ. അപ്പോൾ അതാണ് പാവപ്പെട്ടവൻ്റെ ഹോം വാഷ് എന്നൊക്കെ പറയാം. വണ്ടി നമ്മൾ കഴുകി തുടങ്ങി. വൃത്തിയാക്കണം. ഇപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് കുഴപ്പമില്ല, അത്യാവശ്യം ക്ലീനൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു ഇതിൽ നിന്നൊക്കെ അത്യാവശ്യം ക്ലീൻനെസ് ആയിട്ടുണ്ട്. നേരത്തെ വെച്ച് നോക്കുമ്പോൾ ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഇതൊന്നും പോകില്ല, അത് പെയിൻറ്റ് പോയത് അവിടെ ആ നേരത്തെ പറഞ്ഞില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമ്പോൾ അറിയില്ല, നിങ്ങളിവിടെ കറ കണ്ടോ? ഇവിടെ ഈ കറ, ഇവിടെ കുറച്ച് സ്ക്രാച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇത് കഴുകിയിട്ട് ഇങ്ങനെ പോകണില്ല. ബട്ട് ഇത് പോകാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ട്, അത് ഇപ്പം പറഞ്ഞത്. ഇത് കണ്ടോ, ഇതിവിടെയൊക്കെ ഇത്. പിന്നെ ഇതിവിടെ കണ്ടോ, ഇത് എങ്ങനെ വരണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇത് ശരിയാണ്. പിന്നെ ഇതിവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇത് കണ്ടോ, ഇതുപോലത്തെ കറകളല്ലേ, ഈ സാധനങ്ങൾ കളയാൻ എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെ വീട്ടിലുള്ളൊരു സാധനം വെച്ചാണ് ഞാൻ ഈ സാധനം കളയാൻ പോണേ. അപ്പോൾ നമ്മുടെ കറ കളയുന്ന സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ കോൾഗേറ്റാണ്. കോൾഗേറ്റ് വെച്ചാണ് നമ്മളിപ്പോൾ ഈ കറ മൊത്തം കളയാൻ പോണേ. ലൈക്ക് ഞാൻ കുറച്ച് നാളായി ഇപ്പോൾ യൂസ് ചെയ്യുന്നു അങ്ങനെ. ബട്ട് ഇതുകൊണ്ട് സൈഡ് എഫക്റ്റും ഇതുവരെയായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. പെയിൻറ്റിന് വലിയ ഇഷ്യൂസൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് ആ ഒരു കറ സംഭവങ്ങളൊക്കെ പോയി പക്ക സെറ്റായിട്ട് കിട്ടാറുണ്ട്. ഞാൻ കാണിച്ചത് അതെങ്ങനെയാണെന്ന് ചെയ്യണത്. ഇത് നിങ്ങളുടെ വീട്ടിലെ അച്ഛനോടും അമ്മയോട് ചോദിച്ചിട്ട് കോൾഗേറ്റ് എടുക്കാം, എന്നിട്ട് ചെയ്യാം. അവരറിയാണ്ട് എടുത്തിട്ട് മൊത്തം തീർത്ത് കൊണ്ടുവയ്ക്കരുത്. പക്ഷേ എനിക്ക് പണ്ട് അമ്മയുടെ ചീത്തട്ട് കേട്ട പോലെ വീണ്ടും കേൾക്കേണ്ടിരുന്നു. നിങ്ങൾക്ക് എല്ലാം അനുഭവം ഗുരു, അല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. സോ നമുക്കിനി അടുത്ത പണിയിലേക്കാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും കടയിൽ ഏതെങ്കിലും ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് തേച്ച് കൊടുക്കുക. അവിടെ കാണാൻ പറ്റുന്ന അറിയില്ല, ഈ കറയുള്ള പോർഷനിൽ അങ്ങനെ തേച്ച് കൊടുക്കുക. ആൻഡ് ഇവിടെ ഉണ്ടായി, ഇവിടെ തേച്ച് കൊടുക്കുക, ഇവിടെ തേച്ച് കൊടുക്കുക. ഞാൻ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ക്ലോത്തിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പഴയ ക്ലോത്ത് എടുത്തേക്കണേ.
ആൻഡ് ഞാൻ പറയുകയാണെങ്കിൽ ഇതിങ്ങനെ സർക്കുലർ മോഷനിൽ പയ്യെ 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 റബ്ബ് ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ഒരു സർക്കുലർ മോഷനിൽ നമുക്ക് കാണാൻ പറ്റും. അത് പോകണം നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. വേണ്ട ഇത്രയുണ്ട്, ഇവിടെ ഫുൾ ഉണ്ടായി, ബട്ട് ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പല്ല് വെളുക്കാൻ മാത്രമല്ല വണ്ടി വെളുക്കാൻ നമുക്ക് യൂസ് ചെയ്യാമെന്ന് മനസ്സിലായില്ലേ. സോ നമുക്ക് ബാക്കിയുള്ളടത്തും കൂടെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് കാണാം. നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ടൂത്ത് പേസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള സാധനം കാണിച്ചു തരാം. ഇവിടെ ഉണ്ടായിരുന്ന പാടുകളൊക്കെ പോയി, ഇവിടെ ഉണ്ടായിരുന്നു പോയി. പിന്നെ മെയിൻ ചെയ്ത് അപ്പുറത്ത് നോക്കാം, ഇപ്പുറത്താണ് ഏറ്റവും ഉണ്ടായിരുന്നത്. ഇവിടെ ഉണ്ടായി, പിന്നെ ഇവിടെ ഉണ്ടായിരുന്നൊക്കെ പോയി. ഈ ഭാഗത്തുണ്ടായി ആദ്യം, ഈ സൈഡൊക്കെ ഉണ്ടായി. ഒക്കെ ഏകദേശം നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇപ്പോൾ മൊത്തം കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് മറ്റേ ടൂത്ത് പേസ്റ്റ് വെച്ചുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. എൻ്റെ പിന്നെ വെള്ള സ്കൂട്ടർ ആയതുകൊണ്ട് എനിക്ക് വെള്ള സ്കൂട്ടർ പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, ടൂത്ത് പേസ്റ്റ് വെച്ച് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ആൻഡ് എൻ്റെ മറ്റേ വൈറ്റ് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് കറ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അതാണ് ഒരു പ്രശ്നമുള്ളത്. ബട്ട് ഞാൻ അതിനു വേണ്ടി അങ്ങനെ കുറേ നോക്കി എന്തെങ്കിലും വഴിയുണ്ടോ, അവസാനം പിന്നെ കണ്ടുപിടിച്ചാണ് ഈ ടൂത്ത് പേസ്റ്റ് ചെയ്യണത്. നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ ചെക്കനെ കുളിപ്പിക്കാറുള്ളൂ. ആൻഡ് അതിപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.